നെയ്യാറിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ബോട്ട് യാത്രയ്ക്കാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ യാത്രയിൽ ഞങ്ങൾ 30ഓളം പേരുണ്ട്. ഇവിടെ ഞങ്ങൾ വന്ന ബസ് കൂടാതെ നാഗർകോവിലിൽ നിന്ന് വന്ന ഒരു ബസ്സും കൂടെ അവിടെ കിടപ്പുണ്ട്, കുറേ ആൾക്കാരും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ ഡാമിൻ്റെ മുകളിലേക്ക് നടന്ന് കയറിപ്പോവുകയാണ്. ഞങ്ങളുടെ കൂടെ വന്നവരാണ് ഈ വരുന്നവരെ മിക്കവരും ഒക്കെ. ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണുന്നത് നല്ല ഭംഗിയുള്ള കാഴ്ചകളല്ലേ. നല്ല പച്ചപ്പും കുറേ ചെടികളുമൊക്കെ വെച്ചുപിടിപ്പിച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ ഇന്നിപ്പം ഞായറാഴ്ചയാണെങ്കിലും വലിയ തിരക്ക് ഒന്നുമില്ല കേട്ടോ. നമ്മളിവിടുന്ന് ബോട്ടെ പോകുന്നത് ഒരു ഡിയർ റീഹാബിലേഷൻ സെൻ്റർ ഉണ്ട്, അത് കാണാൻ വേണ്ടിയാണ്. അപ്പം ബോട്ടെ പോകാതെ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് വേറെ ഒരു നിർവാഹവും ഇല്ല, അതേ കയറിയേ പറ്റത്തുള്ളൂ. 640 രൂപയാണ് നമുക്ക് ഈ ബോട്ട് ചാർജും അവിടെ ഈ കയറാനായിട്ടുള്ള ചാർജും ഇതെല്ലാം കൂടെ വരുന്നത്. വനശ്രീ ഇക്കോ ഷോപ്പ്, ഇത് നമുക്ക് ഈ വനത്തിൽ നിന്ന് കിട്ടുന്ന കുന്തിരിക്കൻ, തേന അതുപോലെയുള്ള എല്ലാം നല്ല സാധനങ്ങളെല്ലാം ഇവിടെ നമുക്ക് കിട്ടും. അപ്പം ഇവിടെ എന്തോ മുകളിലോട്ട് കയറി കഴിയുമ്പോഴത്തേക്ക് എന്തോ കാണാനുണ്ടെന്ന്, അത് കണ്ടിട്ടാണ് ബോട്ടിൽ യാത്ര ചെയ്യുന്നത്. ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ടാണെന്ന് തോന്നുന്നു. താഴെ ഒരു ബോട്ട് കിടക്കുന്ന കാണാം. ഇത് കണ്ടോ, നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, അതിലെ വേണം താഴോട്ട് നമുക്ക് പോകാനായിട്ടൊക്കെ. അപ്പം മുകളിൽ എന്തോ ഒരു കാഴ്ചയുണ്ട്, അത് കാണാൻ വേണ്ടി മുകളിലേക്ക് ഞങ്ങളെ വിളിച്ചു. അപ്പോൾ അതിനുവേണ്ടി അങ്ങോട്ട് കയറുകയാണ്. അപ്പോൾ ഇവിടെ മുതലകളെ ഉണ്ട്, അതിനെ വളർത്തുന്നതല്ല, എടുത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ കാണാൻ വേണ്ടിയാണ്. ഇത് കണ്ടോ, 2-3 സ്ഥലങ്ങളിൽ ഇങ്ങനെ ടാങ്ക് കെട്ടിയിട്ടേ അതിൻ്റെ അകത്തിട്ടുണ്ട്. ഇത് കണ്ടൊരു പൂവൻകോഴിയെ കണ്ടോ, അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാമേ. കണ്ടോ, മുതല കിടക്കുന്നതുണ്ടോ, അതിന് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അതിങ്ങനെ കിടക്കുകയാണ്. കണ്ടോ, പൈപ്പിൽ നിന്ന് അവിടെ ജീവനക്കാരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ 2-3 സ്ഥലത്തുണ്ട് കേട്ടോ. ഞാൻ തന്നെ ഒരു പൂവൻ കോഴിയെ കാണിച്ചില്ലേ, ആ കൂടിൻ്റെ അകത്ത് ഇങ്ങേ അറ്റത്ത് കിടക്കുന്നതുണ്ടോ, വലിയൊരു പെരുമ്പാമ്പാണ്. അപ്പം അതിന് തിന്നാൻ വേണ്ടിയാണ് ഈ പൂവൻ കോഴിയെ അകത്ത് ഇട്ടിരിക്കുന്നത്. പാവം, എപ്പം വേണേലും ഇതിനെ പിടിച്ച് തിന്നുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥർ എല്ലാം കൊണ്ട് കാണിച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരികയാണ്. ഈ പെരുമ്പാമ്പിന് കോഴിയെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 15 ദിവസം 20 ദിവസം കഴിഞ്ഞേ ഉള്ളൂ അടുത്ത കോഴിയെ തിന്നത്തുള്ളൂ. അതുവരെ ഈ കോഴി അതിൻ്റെ അകത്ത് പൂവൻ കോഴി ഇങ്ങനെ നിൽക്കും. അതിന് പൂവൻ കോഴിക്കുള്ള തീറ്റയെല്ലാം കൊടുക്കും. അപ്പോൾ അതിനെപ്പം ആവശ്യം വരും അന്നേരം അതിനെ അങ്ങ് പിടിച്ച് തിന്നും. അതിങ്ങനെ മരണവും കാത്ത് അതിനകത്ത് കിടക്കുമെന്ന്. ഞങ്ങൾക്ക് പോകാനായിട്ടുള്ള 2 ബോട്ടുകൾ താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ താഴെ ബോട്ടിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. ലൈഫ് ജാക്കറ്റ് ഇട്ടുകൊണ്ട് മാത്രമേ നമ്മളെ ബോട്ടിലേക്ക് കയറ്റത്തുള്ളൂ. പിന്നെ ഈ നമ്മൾ ജലാശയത്തിൽ മുതലകൾ ഇഷ്ടം പോലെയുണ്ട്, അതുകൊണ്ട് കൈയൊന്നും വെളിയിലേക്ക് ഇടാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് ബോട്ടിൽ കയറ്റിയിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ബോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ കയറിയിരിക്കുന്ന ബോട്ട് ഇതാണ് വലുത്. 22 പേർക്ക് ഇതിൽ യാത്ര ചെയ്യാം. ഇതെല്ലാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ്. പോകുമ്പം ഉള്ള കാഴ്ചകളുണ്ടോ 2 സൈഡിൽ. അപ്പം ഈ ബോട്ടിൻ്റെ ഡ്രൈവർ നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. ഇതിൻ്റെ ആഴം 83 മീറ്ററാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് പോയി, അതാണ് ലൈൻ സവാരി പാർക്ക്. ഇല്ല, നമ്മളെ വേറെ അവിടെ കൊണ്ട് പഴയ ലൈൻ സവാരി പാർക്കാണ്. ഇപ്പം ലൈനൊന്നും ഇല്ല, എല്ലാം ചത്തുപോയി. ലൈനില്ല, ലൈനെല്ലാം ചത്തുപോയി. അതിൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ 14 വയസ്സൊക്കെയാണ് കാട്ടിക്കിടന്ന. ഇവിടെ ഇപ്പം കൊണ്ടുവന്ന് നമ്മൾ സെറ്റ് ചെയ്യേണ്ട 21 വയസ്സൊക്കെ. എത്ര ലൈൻ ഉണ്ടായിരുന്നു? 17 പേരെ ഉണ്ടായിരുന്നു, ലാസ്റ്റിൽ 3 എണ്ണം ഉണ്ടായിരുന്നു. ഓ ശരി, 17 ലൈൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല, എല്ലാം ചത്തുപോയി, പ്രായം ചെന്നു അല്ലേ? പിന്നെ ഒരു ശിവാനന്ദ ആശ്രമം എന്ന് പറഞ്ഞ ഇതാണ്. ഏതാ? ശിവാനന്ദ ആശ്രമം. നെയ്യാർ ഡാമിലെ ശിവാനന്ദ ആശ്രമം. ശരി, നെയ്യാർ ഡാമിന്റെ സമീപമുള്ള യോഗ ചെയ്യുന്ന ഒരു ആശ്രമം അല്ലേ, ശിവാനന്ദ ആശ്രമം. ഇപ്പം വേണ്ട സമയത്താണ് അവർ വരുന്നത്. വിദേശികളൊക്കെ അവിടെ വരുന്നത്. വിദേശികൾ. അത് പിന്നെ കാണുന്നത് ബേബി ഡാമാണ്. അതിന് മറു സൈഡ് അന്ന് വെള്ളം കെട്ടി ഒരു ബേബി ഡാമാണ്. അതങ്ങനെ ചെയ്തു.
അപ്പൊ ഇത് നിറയുവോ? അതിന്റെ ഒപ്പം ആവും? അതിൻ്റെ ഒപ്പം ആവില്ല. 83 മീറ്റർ ഇതിൽ ആവുമ്പോൾ ആവറേജ് ഇപ്പം മിനിമം വെള്ളം ഒരു 80 മീറ്റർ വെള്ളം കപ്പാസിറ്റി. അതെ. പിന്നുള്ളത് തുറന്നു വിടും അല്ലേ? പിന്നെ ആ 4 ആറിൽ നിന്നാണ് നെയ്യാറ്, കല്ലാറ്, പള്ളിയാറ്, മുല്ലയാറ്. ഈ 4 ആറിൽ എന്ന് പറഞ്ഞാൽ നെയ്യാറായിട്ട് മെയിനായിട്ട് ഇത് പ്രവർത്തിക്കുന്നത്. നമ്മളെ നേരത്തെ പാക്കേജിന്റെയാണോ വരുന്നത് ആ ബോട്ട്? അങ്ങോട്ട് പോകുന്നത്. നേരത്തെ ലൈൻ സവാരി ഉണ്ടാകുമ്പോൾ ഇവിടെയാണ് കൊണ്ട് ഇറക്കുന്നത്. ബോട്ടിൽ കയറ്റി ഇവിടെ ഇറക്കുമായിരുന്നു. അവിടെ നിന്ന് പടികേറി നടന്ന് ചെല്ലുമ്പോൾ ബസ് ഉണ്ടായിരുന്നു. ബസ്സിലാണ് എല്ലാം ലൈൻ ഓപ്പൺ ആയിരുന്നു. ബസ്സിൽ ഇതിനകത്ത് മുതലയൊക്കെ ഉണ്ട്. ഇതിട്ടിട്ട് ഒരു കാര്യമില്ല. പൊങ്ങി കിടക്കുന്ന നമ്മളെ ചിങ്ങാണ്ടി കാര്യമുണ്ട്. അതുകൊണ്ടല്ലേ അങ്ങനെ വല്ല കത്തിയോ. സാർ എത്ര വർഷമായി ഇതിനകത്ത് ഇവിടെ ആയിട്ട്? ഞാൻ ഇവിടെ 9 വർഷമായി. 9 വർഷമായി. ഇത് ഗവൺമെന്റ് ഇത് തന്നെ ഉണ്ടല്ലേ? അവിടെ ഇതുപോലെ ബോട്ടിൽ പോകുമ്പോൾ കാഴ്ചകൾ ഇതല്ല. അങ്ങ് ദൂരെ മഞ്ഞ് മൂടിക്കിടക്കുന്ന മലകളൊക്കെ കണ്ടോ? എന്തോ കാണാൻ പറ്റില്ല. മഞ്ഞ് മൂടി അങ്ങ് ദൂരെ കാണുന്ന മലയുടെ തൊട്ട് ചേർന്നാണ് അഗസ്ത്യകൂടം മലയുള്ളത്. ഇപ്പൊ മഞ്ഞ് കാരണം അത് കാണാൻ വയ്യ. അങ്ങ് ദൂരെ കണ്ടോ? മഞ്ഞാണോ മേഘം ഇറങ്ങിയതാണോ? മഞ്ഞു രണ്ടും ഒന്നായിട്ട് കിടക്കും. ഇപ്പം ബോട്ട് ഇവിടെ അടുക്കുകയാണ്. ഞങ്ങൾ വന്ന ബോട്ടാണ് കിടക്കുന്നത്. ഇപ്പം ഞങ്ങൾക്ക് മുമ്പ് വന്നവരെ ഇനിയിപ്പോൾ ആ ബോട്ടൊക്കെ കെട്ടി അവിടെ കൊണ്ട് തിരിച്ചു കൊണ്ടുവരും. അതുകൊണ്ട് അവിടെ 1-2 ആനയൊക്കെ നിൽപ്പുണ്ട്. പിന്നെ കുരങ്ങന്മാരുണ്ട് കേട്ടോ. കുരങ്ങന്മാരുടെ ഭയങ്കര ശല്യം. ഈ മരങ്ങളെ മുഴുവൻ ചാടി കളിച്ച് നടപ്പുണ്ട്. ഇനിയിപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ മുഴുവൻ ഇവിടുത്തെ ജീവനക്കാർ ഞങ്ങളെ കൊണ്ടു നടന്ന് കാണിക്കാൻ വരികയാണ്. ഇവിടെ മുതലയൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി പറഞ്ഞു തരിക. ഇതിന്റെ ക്രോക്കഡൈൽ ഇതിന്റെ കുഞ്ഞുങ്ങളെ ഭക്ഷിക്കും. അതിന്റെ ബാലൻസ് കിട്ടുള്ളൂ. പിന്നെ നിങ്ങളെ ഈ ടിക്കറ്റിൽ കൂടെ ഒരു പാർക്ക് കൂടെ കാണാം. ഇൻഫർമേഷൻ സെന്ററിന്റെ തൊട്ട് മേളിലായിട്ട് ഒരു പാർക്കുണ്ട്. ഇതുപോലെ അടുത്ത് നിന്ന് കാണാം. ക്രോക്കഡൈൽ അടുത്ത് ഒരു 10 കുഞ്ഞുങ്ങളെ ഒരു പൈത്ത. ഈ മുതലയുടെ കുഞ്ഞുങ്ങളെ ആൺമുതല കൂടുതൽ തിന്നും. പിന്നെ മിച്ചം വരുന്നത് മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ മുതലയ്ക്ക് നാക്കില്ല. ഇതൊക്കെയാണ് പറഞ്ഞു തന്നത്. ഇനി ഇതിൻ്റെ അപ്പുറത്തൊരു മിയാവോക്കി വനമുണ്ട്. അത് കാണാനായിട്ടുള്ളത് നമുക്കിപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. പതിമുഖം എരിക്ക് കണിക്കൊന്ന. സാർ ഇതൊരു മിയാവാക്കി ഫോറസ്റ്റ് ആണ്. ഇത് 5.5 സെന്റ് സ്ഥലമാണ്. ഒരെണ്ണത്തിൽപ്പെട്ട വെറൈറ്റി മരങ്ങളാണ്. ഇതൊരു മിയാവാക്കി ഫോറസ്റ്റ് ആണ്. ഇത് 5.5 സെന്റ് സ്ഥലമാണ്. 142 മൂട് മരമുണ്ട്. വെച്ച് പിടിപ്പിച്ചതാണ്. ഒരെണ്ണമല്ല, വെറൈറ്റി മരമാണ്. ഈ ഫെൻസിങ്ങിൻ്റെ അകത്ത് നിൽക്കുന്നതാണ്. 6 വർഷമായി ഇത്ര ആയിട്ടുണ്ട് ഈ മരം. നമുക്കും കുറച്ച് സ്ഥലമുണ്ട്. കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാം. അതിൻ്റെ ഒരു കാവ് മോഡൽ പോലുള്ള ഒരു രീതിയാണ്. പഴയ കാവ്. എല്ലാ മരങ്ങളും ഉണ്ട്. ഈ നമ്പർ അനുസരിച്ച് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. മരത്തിൽ തൊക്കിൻ്റെ ചൊറിച്ചിൽ വരുന്ന ഈ ശരീരത്തിൽ ഏത് അസുഖത്തിന് ഈ ഇല പറിച്ച് വെളിച്ചെണ്ണയിൽ വെയിലത്ത് വെച്ചിരുന്നിട്ട് നമ്മുടെ ദേഹത്ത് പൊട്ടിയാണ്. ആദ്യം നീല കളറാവും, പിന്നെ റെഡ് കളറാവും. ഇത് ഈ ഒരു മരം ഉള്ള ഇവിടെ മരം ഒത്തിരി ഉണ്ട്. ഇതാണ് ഇതിന്റെ ഇലയാണ് ദന്തപാല. ഇത് ആദിവാസികളുടെ ഒരു കാവാ ഇതിൻ്റെ അകത്ത് വനത്തിൽ. ഇനിയിപ്പോൾ ഇവിടെ മാനുകളുടെ ഒരു പുനരധിവാസ സ്ഥലമാണ്. അത് കാണാനായിട്ട് കയറുകയാണ്. ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന മുഴുവൻ മാനുകളാണ്. ക്യാമറയിൽ കൂടെ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരുപാട് മാനുകൾ അവിടെ നിൽപ്പുണ്ട്. കാണുന്നുണ്ടോ? എത്ര മാനുണ്ട് ഇതിനകത്ത്? 248 മാനുണ്ട്. ഇപ്പം 25 ഏക്കറാണ്. മൊത്തത്തിൽ ഫെൻസിങ് ആണ്. ശരി. ഈ മാനൊക്കെ എവിടുന്ന്? ഇത് 6 എണ്ണമാണ്. ഇത് ആദ്യം വനത്തിനകത്തുനിന്ന് കിട്ടിയത്. അത് ഇവിടെ കൊണ്ടുവന്ന് പരിപാലിച്ച് റീഹാബിലേഷൻ ഡിയർ റീഹാബിലേഷൻ സെന്ററാണ്. ഇത് ഇവിടുന്ന് പരിപാലിച്ച് കൊണ്ടുവന്നാണ്. ഇപ്പൊ 248 എണ്ണം ഉണ്ട്. ശരി. 248 മാനുണ്ട്. മാനിന്റെ മാനിന്റെ സൗണ്ടാണോ? ഈ കൊമ്പുള്ളതാണ്, കൊമ്പില്ലാത്തത് പെണ്ണാണ്. ഇല്ല, രണ്ടും ഉണ്ട്. അങ്ങനെ പറയാൻ പാടില്ലേ? കുഞ്ഞുങ്ങൾ എവിടെയാ പ്രസവിക്കുന്നത്? കാട്ടിലാണ്. നമുക്ക് കാണാൻ പറ്റില്ല. ആട് പോലെയല്ല, ഒരു മാൻ പ്രസവിച്ചാൽ ഒരു കുഞ്ഞെ കാണത്തുള്ളൂ. ഒരു മാൻ പ്രസവിച്ചാൽ ഒരു കുഞ്ഞാ കാണത്തുള്ളൂ. ആണല്ലേ? ചില സീസണിൽ ഇറങ്ങി വരുമോ മൊത്തം? സാറേ, അല്പനേരത്തെ ഞാൻ കൊണ്ടുവന്നപ്പോഴും നിറയെ ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചിട്ട് നേരെ മേളിലോട്ടൊക്കെ ആ സമയം തിരിച്ചു വരില്ലേ?
ഓ ഇതിനെന്താ ഇലയാണോ കൊടുക്കുന്നത് ഓരോന്നിൻ്റെ? പ്ലാവിൻ്റെ ഇലയും ഒരുമാതിരി വള്ളി പോലത്തെ ഒരു കുഴയാണ്. ഇത് ടെൻഡറാണ്. പുള്ളിമാൻ വള്ളിയാറ്റിൽ വട്ടത്തിൽ ചാടി. ഇത് മുഴുവൻ പുള്ളിമാനല്ലേ? വെള്ളം എല്ലാം ഇതിനകത്തുണ്ട്. ഈ ഓവ് പോലെ കൊടുത്തിരിക്കുന്ന സ്ഥലത്തിൽ തീറ്റ, പയറ്, അതിന് വേണ്ടുന്ന കാൽസ്യത്തിന്റെ പൊടി എല്ലാം ഇവിടെയാണ് കൊടുക്കുന്നത്. എല്ലാം ഇവിടെ കലക്കാതെ തന്നെ ഒരു വെള്ളം സെപ്പറേറ്റ് ഒരു ടാങ്കിലും അല്ലാതെ ഭക്ഷണങ്ങൾ വേറെ ടാങ്കിലും എല്ലാവരും വന്ന് കഴിച്ചു. നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ മിക്കവാറും ഒക്കെ കണ്ടു. ഇപ്പം മാനിനെയും അവിടുന്ന് ആനയും എല്ലാം കണ്ടു കഴിഞ്ഞു. ഇവിടെ കുരങ്ങന്മാരുടെ ഭയങ്കര ശല്യമാണ്. മരത്തെ മുഴുവൻ ഇങ്ങനെ ഞാന്ന് കിടപ്പുണ്ട് ഇവിടെ. ഇനിയിപ്പം ഞങ്ങൾക്ക് ബോട്ട് തിരികെ ഇങ്ങനെ വരണം. ഇവിടെ കിട്ടിയ സമയത്തിന് ഞങ്ങളുടെ കൂടെ വന്നവർ ഈ കാട്ടുവള്ളികളിലെല്ലാം ഇങ്ങനെ ആടി കളിച്ചുകൊണ്ടിരിക്കുക. കാരണം ഞങ്ങൾക്ക് പോകേണ്ടുള്ള ബോട്ട് ഇനിയിപ്പം വരണം. അതിനിങ്ങനെ കാത്തിരിക്കുകയാണ്. കിട്ടിയ സമയമാണ് ഈ കാണുന്നതൊക്കെ. ഇനിയിപ്പം ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് ബോട്ടിൽ പോവുകയാണ്. ഇനിയിപ്പം നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻ്ററിലേക്കാണ്. അവിടുത്തെ കാഴ്ചകൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം.